ബാംഗ്ലൂർ എപ്പിസോഡിൽ ഡേ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ചിപ്പറ്റ് ഷോപ്പിംഗ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് നമ്മളിവിടെ ഭയങ്കര സറൗണ്ടിങ്സ് ഭയങ്കര ആൾക്കാരാണ്, നല്ല ക്രൗഡാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഫർസി അനന്തുണ്ട്, രാഘവ ഒരു ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുക. അനന്തുവിന് എപ്പോഴും ഫോണില്ല, എവിടെ നിന്നാലും ഫോണും. അപ്പോൾ ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ ഫുഡ് ഇതിലൊന്നും കഴിച്ചിട്ടില്ല, കഴിക്കണം. ഷോപ്പിംഗ് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ഷോപ്പിംഗ് തുടരാണ്. സാധനം വാങ്ങിയിട്ടുണ്ട്. അനന്തുവിന് സാധനം വാങ്ങിയിട്ട് വയ്യ. അനന്തുവിന് 2 ബാഗ് സാധനം വാങ്ങിക്കുന്ന പറഞ്ഞിരിക്കണേ. അസ്ലാമാണ് ഫർസി. രാഘവ് ഒന്നും വാങ്ങിയില്ല. രാഘവ് എന്ത് വാങ്ങിച്ചു? ആര് കടിച്ചു ഉമ്മ വെച്ചു? എന്താ മച്ച ഇങ്ങനെ പറയണ? അയ്യോ അനന്തു രണ്ടുപേരത്തെ അവസ്ഥ ഇങ്ങോട്ട് തിരക്കും. പറ അനന്തു, എന്താ ഇങ്ങനെ പറയുന്നത്? എങ്ങനെയുണ്ട്? എന്ത് ചെയ്യാ? എന്ത് പരി? അസ്ലം പറ. അസ്ലം നോക്ക്, ഇങ്ങോട്ട് നോക്ക്. എങ്ങനെയുണ്ട് ഇവിടുത്തെ? ഇവിടെ കൊള്ളാം. ഇവിടെ സാധനങ്ങളൊക്കെ അവര് പോയടാ വാടാ. അവര് വാങ്ങണം വിചാരിച്ചു അത്യാവശ്യം നല്ല പൈസ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് സാധനം വാങ്ങാം. ഡ്രസ്സും എല്ലാം അത്യാവശ്യം ക്യാഷ് ആയിട്ട് വന്നാൽ ഡ്രസ്സ് എല്ലാം സൂപ്പറായിട്ട് വാങ്ങാം. This is Raghav Krishna. He sunlight. നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ എത്തി. നമ്മൾ ചിപ്പറ്റിലെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇപ്പൊ അടുത്ത ശിവാജിനാറിലാണ്. അനന്ത് പട്ടിച്ചാണ് രാഘവ് ഫ്രണ്ട് ഉണ്ട്. അസ്ലാം അനന്തു അവിടെ പോകണ്ട. ഇപ്പൊ എവിടെ പോകണം? ഡ്രസ് എടുക്കാം. ശിവാജി നഗർ അവിടെ എത്തിയിട്ട് ഞങ്ങൾ കാണാം. ബൈ. ഫർസ് എങ്ങനെയുണ്ട്? കാജു ഷേക്ക് അനന്തു, കാജു ഷേക്ക് എങ്ങനെയുണ്ട്? അസ്ലാം ഈ ബദാം ഷേക്ക്. അനന്തു കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്, ഷോർട്സ് അണ്ടർവെയർ ഒക്കെ. ഇനി നമുക്ക് ഒരു രക്ഷയായിരിക്കും. സോ അനന്തു വാങ്ങിയതാ ഷോർട്സ്, എൻ്റെ എല്ലാം അണ്ടർവെയർ ഉണ്ട്. അനന്തു പൊളിച്ചടാ, രക്ഷപ്പെട്ട്. ഇനി നമ്മൾ അങ്ങനെ അനന്തുവിന് അണ്ടർവെയർ ലാസ്റ്റ് ആയിട്ട് കിട്ടി. അസീം നീ രക്ഷപ്പെട്ടു മോനെ. വ്യൂവേഴ്സ്, അനന്തു കടയിൽ കയറി. അനന്തു ഡ്രസ്സ് എടുക്കാൻ പ്ലാനായി. നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് അനന്തു അവനായിട്ട് കുറച്ച് ഷോപ്പ് ചെയ്യാണ്. അല്ലേ രാഘവ്? ഇനി നമ്മൾ രക്ഷപ്പെട്ടല്ലേ? അല്ലേ അസ്ലമേ? രക്ഷപ്പെട്ടല്ലേ? ഇനി അവൻ ഡ്രസ്സ് എടുത്ത് അനന്തു നല്ല നോക്കി സെലക്ട് ചെയ്തോട്ടോ. നമ്മൾ അടുത്ത കടയിൽ കയറിയപ്പോൾ അനന്ത് വീണ്ടും അനന്തു ഷർട്ട് നോക്കുന്നു. ബ്ലാക്ക് ഷർട്ട്. നമുക്ക് വളരെയധികം സന്തോഷമുള്ളൂ. അനന്തു അടുത്ത കടയിൽ കയറി. ഇതാണ് അനന്തു അടുത്ത ഷർട്ട്. അനന്തു ഇഷ്ടപ്പെട്ടോ? ഏയ് രാഘകൃഷ്ണ കൊള്ളാം. എനിക്ക് രാഘകൃഷ്ണ കട്ടനൊക്കെ എടുത്തു. അസ്ലം എവിടെ? അസ്ലം ഇവിടെ ഉണ്ട്. റിച്ച് ആൻഡ് ഈസ് ഗോയിങ് ടു പേ. അപ്പോൾ നമ്മളിപ്പോൾ ശിവാജി നഗറിലെ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അത് ഓർഡർ ചെയ്തിട്ടില്ല, പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ബേസിക്കലി രാഘവ് ഫുഡ് ചെയ്യാണ്ട് ഓൻ തരുമെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തി, പക്ഷെ ഓർഡർ ചെയ്തിട്ടില്ല. പ്ലേറ്റ് ഇപ്പോൾ എല്ലാവരും ഉണ്ട്. ഇവിടെ അസ്ലാം ഉണ്ട്, അനന്തു ഉണ്ട്, ഫർസി ഉണ്ട്. I don't know what he's saying. തളർന്നോ ഫുഡ്? ടയർഡായോ? നടന്നു? No tired, no decay, no holiday. ഇത് നീലേ പറയുന്നത്, ഇതെല്ലാം ഇല്ലെന്നാ പറയണ. പക്ഷെ ഓൻ ഉണ്ട് കേട്ടോ. സത്യം ഞാൻ എന്തോ ക്ഷീണമുണ്ടോ?
എങ്ങനെ കാല് വേനുണ്ടോ? എവിടെയൊക്കെ പെയിനുണ്ട്? പെയിൻ എവിടെയൊക്കെ ഉണ്ട്? രാത്രി എന്തെങ്കിലും പണി? രാത്രി എന്തായിരുന്നു പണി? ബാംഗ്ലൂർ നൈറ്റില് ഗൈസ് അവൻ പറഞ്ഞ കേട്ടോ, അവന് കാലിനിടയിൽ പെയിൻ തന്നെ. രാത്രി പക്ഷെ കാണാനില്ലല്ലോ അവളെ. കുറച്ചൊക്കെ പെയിൻ ഉണ്ടോ? ഒരു കുഴപ്പമില്ല. പറയല്ലേ ഇനി വേദനിക്കുന്ന റെസ്റ്റ് എടുക്കണമെന്ന്. ദാഹം ഉണ്ടോ? ദാഹം എങ്ങനെയുണ്ട്? പെയിൻ ഉണ്ടോ? പെയിനൊന്നുമില്ല, ദാഹം. ഗായ്സ് ഇവിടെ ചിക്കൻ ബിരിയാണിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എടുക്കുമ്പോൾ 2 ലെഗ് പീസ്. അത് ഞങ്ങൾ വിചാരിച്ചു ഒന്നിനാണ്, പക്ഷേ എല്ലാവർക്കും ബിരിയാണി. വ്യൂവേഴ്സ്, ആക്ച്വലി അവർ തളർന്നിരിക്കുകയാണ് ചർച്ച് സൈഡിൽ പോകുന്ന വഴിക്ക്. അനന്തുവിനാണ് ഒട്ടും വയ്യ, നല്ല ക്ഷീണം. രാഘവ ക്യാമറ എടുത്തെന്ന് കണ്ട് സ്റ്റൈലും ആറ്റിട്ടൊക്കെ ഇട്ട് നിൽക്കുന്നു. മതിയടാ. ഒരു കാര്യം പറഞ്ഞുതരാം, ചർച്ച് സൈറ്റില്ല, ബിക്കോസ് ഇവിടെ കുറെ ഗേൾസ് ഉണ്ട്. അനന്തുവിനെ കണ്ടോ? കാണിച്ച അനന്തുവിന്റെ നോർമൽ സ്പെക്സ് ഊരിയിട്ട് ഈ ബ്ലാക്ക് സ്പെക്സ് ഫുൾ ഇതാണ്. അനന്തു എന്റെ അച്ഛനും പിടിച്ച് നടക്കിയാണ്, ഫുൾ അഭിനയമാണ്. ബിക്കോസ് ഇവിടെ ഇഷ്ടംപോലെ ഗേൾസ് ഉണ്ട് ചർച്ച് സ്ട്രീറ്റിൽ. There are lots of girls in here. And look at Anandu again, he has removed his specs. 2.5 കിലോമീറ്റർ നടത്തലിന് ശേഷം നമ്മളിപ്പോൾ കൊമേഴ്സ്യൽ സ്ട്രീറ്റ് എത്തിയിട്ടുണ്ടല്ലേ? കാലൊന്നും അറിയുന്നില്ല. അനന്തു എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ നടത്താൻ? 2.5-3 കിലോമീറ്റർ എങ്ങനെയുണ്ടായിരുന്നു? കാര്യം മൂഞ്ചി അനന്തുവിന്റെ കാര്യമൊന്നും അനക്കമായെന്നാണ് പറയുന്നത്. എക്സ്പ്രഷൻ ഇട്ടു. അസ്ലാം അങ്ങനെയുണ്ടായിരുന്നു? വണ്ടർഫുൾ. അപ്പൊ നമുക്കിനി ജസ്റ്റ് കൊമേഴ്സ്യൽ സ്ട്രീറ്റിലുള്ള വിശേഷങ്ങളും എല്ലാം കാണാം. ഓക്കെ, ബൈ. കൊമേഴ്സ്യൽ സ്ട്രീറ്റിലെ വിശേഷങ്ങൾ കാണാം. ഒരു സന്തോഷ വാർത്ത, നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. അസീമ പ്രദേശം നിനക്ക് അനന്ത് ഒരു പുതിയ ഷൂസ് വാങ്ങി. നമ്മൾ കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ കുറച്ച് ചെറിയ ഷോപ്പിംഗ് കയ്യിലും ഇവിടുന്ന് പോകാൻ പോകുക. എന്താ അനന്ത് ഒട്ടും വയ്യെന്ന് അനന്ത് പറയാന്നേ. എന്താ അനന്ത് പറയാതെ? എന്തേ പറ, കാര്യം പറ. എങ്ങനെ ഉണ്ടായിരുന്നു? പറ. നന്നായിട്ടുണ്ടായിരുന്നു. അനന്ത് പുതിയ ചേപ്പലൊക്കെ വാങ്ങിച്ചു. പൊളി. അസ്ലാം, how was the shopping in commercial street? കൊമേഴ്സ്യൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈം എടുത്ത് ഷോപ്പ് ചെയ്യണം. പക്ഷെ നമുക്ക് സമയപരിമിതി കാരണം യവൻ പിന്നെ ഫുഡ് രാഘവ് എവിടെ പോയാലും ഫുഡ് മസാല അനന്തു യുവർ ബട്ടർ പ്ലെയിൻ ദോശ ദോശ എങ്ങനെയുണ്ട്? പറഞ്ഞില്ല എന്തോ പഴയ പൊണ്ടാട്ടിക്കാരിയാണ്. പേടിച്ച നമ്മള് തിരിച്ചു പോകാനെല്ലാം കഴിഞ്ഞാലേ കുറച്ച് അല്ലേ? അപ്പൊ നമ്മൾ തിരിച്ചു റെയിൽവേ സ്റ്റേഷനോട് നടക്കുക. നമ്മൾ കുറെ അടുത്ത് കവറേജ് ഉണ്ട്, എല്ലാം നമ്മളെ വീഡിയോസിൽ വരും. 2 സീസൺ ആയിരിക്കും കേട്ടോ.